ഹലോ ഗായ്സ്, എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ സിസ്റ്ററും നമ്മുടെ കൂടെ MSK ട്രോൾ സീരീസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇന്ന് ആക്കാനുണ്ട്. എടി ഇവിടെ നിൽക്കടി, നമുക്കിത് അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ മറ്റേതാക്കിക്കോട്ടെ. നിക്കടി, ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടെ. ആ ശരി. അമ്മ എൻ്റെ വീട് ആദ്യം കാണിക്കണം. ഇവളെ വീട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അതൊക്കെ ഇവളെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കിടക്കാച്ചി വീടല്ലേ സെറ്റ്. ഇത് ഇവള് പഠിക്കുന്ന കൂട്ടത്തിലാന്ന് തോന്നുന്നു, അല്ലേടി? അതെ. വാ, വെളിയിറങ്ങാം. വാ, എനിക്ക് നീ എന്നാ വരണ്ട. വാ എൻ്റെ വീട്ടിലോട്ട് വാ. കമോൺ, നമുക്ക് ഇതിനകത്തോട്ട് കയറിയാലോ? പിക്കാസൊന്നും എടുക്കല്ലോ കേട്ടോ, ഇത് തനി സ്വഭാവം മാറും. അങ്ങനെയുണ്ട് എൻ്റെ വീട് സെറ്റല്ലേ. പാർക്കിലോട്ട് പോ, പാർക്കിലോട്ട് പോ. നമുക്കൊരു പുതിയ പാർക്ക് ഉണ്ടാക്കാം. ഞാൻ ഒന്നൊരു പുതിയ പാർക്ക് ഉണ്ടാക്കാം. അങ്ങോട്ടാണ് പാർക്ക്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് പാർക്ക്. ഇവിടെ പാർക്ക് ഇതിന്റെ ഇങ്ങോട്ട്. നീ എവിടെ പോയി? എൻ്റെ വീടിന്റെ ബാക്കിലാണ് ഇത് പാർക്ക്. നീ വാ പെട്ടെന്ന്, നീ വന്നേക്കണേ. ഞാൻ വരട്ടെ. എന്നാ വാ. വാ പെട്ടെന്ന്. എന്നെ പശുവിനെ തള്ളിയിടാം. എന്ത് സൗണ്ട് അടി? നീ കേറ്, നീ അതിന്റെ ഡോറിന്റെ അടുത്തില്ലേ? ഞാൻ ഓണാക്കാം. ഓക്കെ. നീ മേലെ കൂടെ പോടാ. വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇന്നൊരു പുതിയ പാർക്ക് ഉണ്ടാക്കാനായിട്ടാണ്. വാട്ടർ സൈഡാണ്. നീ വേറെ പാർക്ക് ഉണ്ടാക്കിയ ഇവിടെ നമുക്കൊരു അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വാട്ടർ സ്ലൈഡ് ഉണ്ടാക്കണ്ട, വേറൊരു പാർക്ക് ഉണ്ടാക്കാം. അത്യാവശ്യം പഴയത് നമ്മുടെ പട്ടി ഇരിപ്പുണ്ട്. നിന്റെ പൂച്ച അങ്ങുണ്ട്. നീ ആദ്യം വന്ന് ഇരുന്നില്ലേ അവിടെ? എനിക്ക് വയ്യ, അതിന് അവിടെ ഇരിക്കട്ടെ. നീ അവനെ ഇരുത്തിയിട്ടൊക്കെ പോയത്. ഓടിയിറങ്ങി എൻ്റെ പട്ടിയെ തൊട്ടാണ്ടല്ലോ. ഇവിടെ റെസ്റ്റോം കണക്ട് ചെയ്ത് ഇതെന്റെ ചെമ്പഴാണ് സാധനം. ഇവിടെ നമുക്കൊരു സംഭവം ഉണ്ടാക്കാം. ഇവിടെ നമുക്കൊരു സംഭവം പിള്ളേരും എനിക്ക് ഒറ്റ പൂച്ചേനെ കൊല്ലും. നമുക്ക് ഈ നീല നമുക്കൊരു നീല വെച്ചുണ്ടാക്കാം. ഡാർക്ക് നീലയും ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മൈൻചാർട്ട് വേണം. അത് ഈ സാമാനം വേണം. അത് ഈ സ്റ്റേഴ്സ് വേണം. അത് പിങ്ക് എടുക്കണം നമുക്ക്. സ്റ്റേഴ്സ് വേണം. പിന്നെ നമുക്കിത് മറ്റേതുണ്ടല്ലോ, എൻ്റെ പേരെന്തുവാ, സ്ലാബ്സ് വേണം. സ്ലാബ്സ് നമുക്ക് തടിയുടെ സ്ലാബ്സ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏണി വേണം. ഏണി വേണ്ട, ഏണി വേണ്ട. നമുക്ക് അതിനല്ലേ ഗൈസ് നമ്മൾ സ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇവിടെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 2 3 ഇവിടെ 2 3 4 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇവിടെയാണ് 3 ആയി 4
1 2 3 4 ആയിട്ടുണ്ട്. 4 സൈഡിൽ 4 ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ മണ്ടയിലായിട്ട് ഇത് വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞ് നമ്മൾ ഈ സാധനം ഇങ്ങനെ മണ്ടയിൽ വയ്ക്കുക. എന്നിട്ട് നമ്മളിത് ഇവിടെ 1 2 3 1 2 3 4 കൂടെ വെച്ചേക്കാം. 4 വയ്ക്കുക. 1 2 3 4 1 2 3 4 4 വെച്ചിട്ടുണ്ട്. 1 2 3 4 വെച്ച് പൊട്ടിപ്പോയി. 4 വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തുണ്ടാക്കുക? ഞാനിവിടെ ഒരു സംഭവം ഉണ്ടാക്കുക. കാണുമ്പോൾ പറയാം. നമ്മുടെ ഇത് വെക്കാൻ പറ്റത്തില്ല. എന്തുവാണ് ഇത്? പൂച്ചക്കൂട്ടോ? എന്തുവാണ് നിന്റെ തള്ളിയിട്ടൊക്കെ അല്ലേ പോകുന്നത്? എന്നെ തള്ളിയിട്ടിട്ടൊക്കെ പോകുന്നു. ഒത്തിരി നിന്റെ അയിനിട്ടില്ല. ഇതോ മരത്തിന്റെ ഇടയിലൊക്കെ കയറിയാണ് പൂച്ച. നമ്മുടെ സ്റ്റെയർസ് അപ്പം റെഡി ആയിട്ടുണ്ട്. അയ്യോ, ആ നീല സാധനം ഞാൻ മാറ്റി. ഇനി നമുക്കൊരു ഇത് വേണം. ഇതിൻ്റെ ഡ്രോപ്പറും പിന്നെ ഇതും. ഡ്രോപ്പർ എന്ത് ചെയ്യും? ഡ്രോപ്പറാണോ ഡിസ്പെൻസറാണോ അറിയത്തില്ല. ഈ സാധനത്തിൻ്റെ പേരെന്ത്? ഡിസ്പെൻസറാണ്. ഡിസ്പെൻസർ. എന്നിട്ട് ഇവിടെ കയറി വരിക. ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഇങ്ങനത്തെ ഒരു സാധനം വേണം കേട്ടോ. പരച്ചും തല്ലി താഴെ കിടക്കും. വേണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായേക്കാം. അയ്യോ, അറിയാതെ പട്ടി അടിച്ചോ. പട്ടി സീനാക്കോന്ന് അറിയത്തില്ല. ഇവിടെ ആയിട്ട് നമ്മുടെ ഡിസ്പെൻസർ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു മൈൻ ചാർട്ട് ഇട്ട് കൊടുക്കുക. മറ്റേതിനകത്തൊരു മൈൻ ചാർട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല. മൈൻ ചാർട്ട് എടുത്തിട്ട് നമ്മൾ പ്രഷർ പ്ലേറ്റ് എടുക്കുക. പ്രഷർ പ്ലേറ്റിന് ഇത് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട 2 പ്രഷർ പ്ലേറ്റ് എടുക്കുക. ഇവിടെ പ്രഷർ പ്ലേറ്റ് നിൽക്കത്തില്ല. നമ്മൾ ഈ നീല കണക്കണ ആ സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ചാൽ കിട്ടത്തില്ല. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നമുക്ക് നേരെ പാളം സെറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ റെയിൽ മാത്രം സെറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും ഇനി നമുക്ക് സെറ്റ് ചെയ്യണ്ട.
നീ അങ്ങനെ അടിച്ചല്ലേ എന്ത്? ഇന്ന് വാടേ ഇന്ന് വേ പൂച്ച് ആ ഒരു പണിയിലല്ലേ ഇരിക്കുന്നത്. കാര്യം ചെയ്തത് ഇങ്ങോട്ടാണ് ഏ വിലാസം കട്ട 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 ഏതേ വിലാസം കട്ട 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 ഏതേ വിലാസം താട്ടുവാരസം ഞാനോട് ചിലയാ. എങ്ങനെയുണ്ട് ഈ പാട്ട്? സീനല്ലേ? ജസ്റ്റ് വയ്ക്കുക, ബാക്കിയെല്ലാം ഒന്ന് പൊട്ടിച്ചളയാ. ഒരു കുഴി ഒഴിക്കുക. നമ്മൾ വീഴുമ്പോൾ ഒരു പ്രൊഫഷണൽ സെലക്ട് ചെയ്യണ്ടേ? ഒരു വെട്ടമുള്ള സ്ഥലത്താണ് നമ്മൾ വീട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൊഫഷണൽ സ്ഥലമാക്കാം. സെറ്റ് നമ്മളെ പൂച്ചേനെ നമുക്ക് ഇപ്പം നേരെയുള്ള പൂച്ച അതൊന്നും നിന്റെ അടുത്ത് ഞാൻ തോന്നിയത് എന്റെ വട്ടിനെ തിരിച്ചു വിളിച്ചു. നീ അടിക്കില്ലേ? എന്റെ വട്ടിനെ തിരിച്ചു വിളിച്ചു. വാ ഇന്ന് വരാൻ അടിക്കല്ലേ? നാശങ്ങള് രണ്ടെണ്ണം അവിടെ ഇരുന്നു. നമ്മുടെ സാധനം സെറ്റായോ നോക്കാം. ഇന്ന് രാവിലെ ആക്കാം. സൺറൈസ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ അവിടെ അനിയത്തി എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. പൂച്ചയ്ക്ക് എന്തോ അടി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിത് കുറേ മൈൻഡ് ചാർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യണ്ട. ഷായിസ് ഒരു മൈൻഡ് ചാർട്ട് എടുക്കാൻ മറന്നു. യൂസ് ഒരു മൈൻഡ് ചാർട്ട് ഞാൻ ഇവിടെ വെച്ചത് അത് പൊട്ടിയതാണെന്നാണ് തോന്നുന്നത്. പൊട്ടിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, സെറ്റ് വേണ്ട. ഇനി നമ്മൾ പുതിയ റൈഡാണ് യൂസ്. നമ്മുടെ ഇവിടെ നമ്മളിത് ഈ മൈൻഡ് ചാർട്ട് വയ്ക്കുക, ഇങ്ങോട്ടാവുക, ഇതിനകത്ത് കയറി ഇരിക്കുക, ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ വീഴുന്ന ഒരു റൈഡാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എടി എൻ്റെ റൈഡ് എങ്ങനെ? നീ എന്ത് ചെയ്യേ? റൈഡ് എങ്ങനെ ഉണ്ട് നോക്കിക്കേ. ഇങ്ങോട്ട് വാ. ദേ ആ റൈഡ് എങ്ങനെയുണ്ട്? ദേ ഇങ്ങോട്ട് വാ, അപ്പം എനിക്ക് മനസ്സിലായി. എടി നീ മറ്റേതാകാതെ മറ്റേത് മാറ്റിക്കേ. അതിൻ്റെ മുകളിലോട്ട് കയറി. അതിനകത്ത് ഒരു മൈൻഡ് ചാർട്ട് ഇരിപ്പുണ്ട്, ഞാൻ വെച്ച് തരാം. അതിനകത്ത് നീ കയറി ഇരിക്കണേ. പൂച്ചയുടെ അടുത്ത് മാറാൻ പറഞ്ഞു. ഇരിക്കടി. അയ്യോ അതങ്ങ് പോയി. പൂച്ച തള്ളിയിട്ടതായി നിന്റെ. ഞാൻ ഒരടി അടിച്ചതിൻ്റെ പട്ടി ഒന്ന് എന്നെ കൊല്ലും. ആ പൂച്ചയെടുത്ത് മാറാൻ പറഞ്ഞത് ഞാൻ ഇപ്പം അടിക്കും. പറഞ്ഞു തീർന്നില്ല. എൻ്റെ പട്ടി ഇപ്പം അവരെ ഇരുത്തിയിരിക്കും. അവനെ എണീറ്റ് കഴിഞ്ഞാൽ സ്ട്രോങ്ങാ.
നീ എന്തിനാണ് കാര്യം പറ്റി തട്ടിയേ? നീ ഇങ്ങോട്ട് നീങ്ങി ഇന്ന്. പന്നേരം പിടിച്ച പൂച്ച. ആരെ പോടാ പൂട്ട്? ഞാൻ അടിച്ചായിരുന്നു. ആ കേറ് കേറ്. എനിക്ക് വരുന്നില്ല മറ്റേ സാധനം. ഇത് കേറിടി പെട്ടെന്ന്. സാധനം വരുന്നില്ല. ഗൈസ് എന്തോ കാണിച്ച്. ആ ലെഫ്റ്റ് ഒന്നും ആയില്ല. ഗൈസ് ഓൾമോസ്റ്റ് സ്റ്റോറേജ് സ്പേസ് ഈ സ്റ്റോറേജ് ഫുള്ളായി ഗൈസ്. ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഗുഡ് ബൈ. സ്റ്റോറേജ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ. പട്ടിനെ